എവരിവൺ, ഐ എം സൗമ്യ. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ട്രാവൽ വ്ലോഗ് ആയിട്ടാട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാട്ടോ. അപ്പോൾ തൃശ്ശൂർ ചെറിയൊരു കറങ്ങാൻ പോയ വീഡിയോ ആണേ. ഇപ്പം നമ്മളുള്ളത് നമ്മുടെ തൃശ്ശൂർ സൂവിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ ആയിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് പോർഷനാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം നാച്ചുറലായിട്ട് അവിടെ കിടന്ന് പറയണതും കേൾക്കണതൊക്കെയാണ്. ഇതാണ് ഗൈസ് മൂങ്ങ, ചക്കിപ്പരുന്തും ചെമ്പരുന്തും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. എവിടെയെങ്കിലൊക്കെ കാണുന്നത് നമ്മുടെ മുള്ളംപന്നി ആട്ടോ. മുള്ളംപന്നീനെ ഇങ്ങനെ ഭയങ്കര സിക്യൂറായിട്ട് ഇട്ടേക്കാട്ടോ. അല്ല എങ്ങനെയല്ലല്ലേ നമ്മുടെ ഇവിടുത്തെ പാടത്തുണ്ടിട്ട് ഈ കുറുക്കന്മാർ. എന്തൊക്കെയാ ആർട്ട് മ്യൂസിയം ഇതിൻ്റെ ഉള്ളിലേക്ക് പോകണം. സ്പെഷ്യൽ എൻട്രി ഉണ്ട്. നമ്മൾ പോവാ പിണങ്ങി ഇഷ്ടപ്പെട്ടില്ല. നീ ഓടണം. എൻ്റെ കൂടെയുള്ള ചേച്ചി ഇതിനെ കണ്ടിട്ട്, ഇത് ഓസ്ട്രിച്ച് ആണേ, ഇതിനെ കണ്ടിട്ട് ഉണ്ണിക്കൂട് ഓടിപ്പോണ പോലെ എന്നിങ്ങനെ പറയായിരുന്നു കേട്ടോ. അതെ അവിടെ എന്തെങ്കിലും ചിറക് കൊത്തിയത് കണ്ടോ ഇത് കാണിച്ചത്? മ്ലാവായിരിക്കും. പെൺമാനും ആൺമാനും എല്ലാ മാനും മറ്റേ പുള്ളിയിലടി ഏതോ ടൈപ്പ് ഓഫ് മാൻ. ഒരു കൂട്ടിലെ സെയിം സാധനം. പിന്നെ അവിടുത്തെ ചെടികളൊക്കെയാണ് ഈ കാണുന്നത്. നമ്മൾ രാവിലെ തന്നെ ചെന്നോണ്ടേ എല്ലാവരും കുളിക്കലും ക്ലീനിങ്ങും അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ വീഡിയോ ഞാൻ അങ്ങോട്ട് തിരിച്ചൊക്കെയാണ് എടുത്തു വെച്ചേക്കുന്നത്. സോറി കേട്ടോ, എല്ലാവരോടും സോറി. എല്ലാവരും കാണണേ. ബാക്ക്ഗ്രൗണ്ട് നല്ല ഒച്ചയുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറയുന്നത് ശരിക്കും ഓഡിബിൾ ആണോന്നൊന്നും എനിക്കറിയില്ല. അപ്പം നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ബ്രിഡ്ജില്ലേ, ആ ബ്രിഡ്ജ് നമ്മൾ ക്രോസ് ചെയ്ത് താഴത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ കാണുന്നതും ഈ കാഴ്ചകളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ മാന് മ്ലാവ് എന്നൊക്കെ പറയുന്നത് കോമൺ ആയിട്ടുള്ളതാണ്. നമ്മളിവിടെ കാടിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ നമ്മളിതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കും പിന്നെ നമ്മുടെ ഇവിടെ അടുത്തും ഇങ്ങനെ കുഞ്ഞു സൂ പോലെ ഉണ്ട് താനും. അപ്പോൾ ഈ കണ്ടത് സാമ്പാർ ഡിയറാണേ. ഇതേ നാഗലിംഗ പുഷ്പം അങ്ങനെ എന്തോ ആട്ടോ ഇതിൻ്റെ പേര്. ഇത് നമ്മുടെ കോളേജിലുണ്ട്. ഇത് പൂത്തഴും ഒരു നല്ലൊരു സ്മെല്ലാട്ടോ. അപ്പോൾ ഇതേ നിൽക്കണുണ്ടോ കൊമ്പൊക്കെ ആയിട്ട് ആൾക്കാർ നിന്ന് നോക്കണുണ്ടെങ്കിൽ നമുക്ക് പാവമായിട്ട് തോന്നും. പക്ഷെ ഇവരുടെ കയ്യിൽ നമ്മൾ കിട്ടിയ നമ്മുടെ ഇടപാട് ഇവർ തീർത്ത് തരും കേട്ടോ. അപ്പോൾ ഇതേ ഇവിടെ കുറേയും ഇങ്ങനത്തെ സംഭവങ്ങൾ, ഈ മാനിനെയും പുള്ളിമാനെയും സാമ്പാർ ഡിയറിനെയും ഒക്കെ ആട്ടോ കാണാനുണ്ടായത്. പിന്നെ ഇതേ നമ്മുടെ റൈനോസർ കുട്ടനെ കണ്ടു. ഞങ്ങളുടെ ഭാഗ്യത്തിന് റൈനോസർ തിരിഞ്ഞ് നിൽക്കാറുന്നു. ഇവിടെ നിന്നൊന്നും നോക്കിയിട്ട് റൈനോസറിനെ കാണാൻ പറ്റില്ല. അപ്പോൾ ഇത് കണ്ടോ കൊമ്പൊക്കെ മിനുക്കണത്, തല മാന്തണതാട്ടോ കണ്ടത്. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ 2 റൈനോസർ കുട്ടന്മാർ വെള്ളത്തിൽ കിടന്ന് കുളിക്കുകയാണ്. ഞങ്ങൾ പറയാമെന്ന് ഇതുവരെ അവരെ കുളി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായ ഒരാൾ പറയാണ്, ഇപ്പോൾ പാറക്കല്ലാന്നിരുന്ന ആൾക്കാർ വേണം ഇതിൻ്റെ പുറത്തേക്കുള്ള ചവിട്ടി പോയാൽ പോലും അതിനൊന്നും പറ്റില്ല, കാര്യം മനുഷ്യനത്ര കുഞ്ഞിതാണല്ലോ. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ചീങ്കണ്ണി ആട്ടോ. ചീങ്കണ്ണി മുതലും അങ്ങനെ എന്തോ ആണ്, എനിക്കറിയില്ല. റോസിയേ മോളെ, റോസി കുളിക്കാൻ പോവാണോ? അതെ റോസിയുടെ കൂട്ടുകാരി വന്ന് വെയിലുള്ള. അപ്പോൾ നിങ്ങൾ നമ്മുടെ റോസിക്കുട്ടീനെയൊക്കെ കണ്ടില്ലേ? റോസി എന്ന് പറയുന്നത് ചെല്ലപ്പേരാട്ടോ. ഇത് കാണുന്നതാട്ടോ നമ്മുടെ പുള്ളിമാനാണ് ഈ കാണുന്നത്. പുള്ളിമാൻ സ്പോട്ട് ചെയ്തിട്ടോ നമ്മൾ. അപ്പോൾ പുള്ളിമാൻ വിത്ത് കൊമ്പാണ് കഷ്ടപ്പെട്ട് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കമ്പിയുടെ ഇഴകളുടെ ഉള്ളിലൂടെ. ഇതുണ്ടല്ലോ, ഞാൻ വലിയ കാര്യമായിട്ട് വീഡിയോ എടുത്തു കേട്ടോ. നന്നായിട്ട് പറഞ്ഞൊക്കെ വീഡിയോ എടുത്തു. എന്ത് കാര്യം ഉണ്ടായി? ഞാനത് ഓണാക്കാനായിട്ട് മറന്നുപോയി. ലാസ്റ്റ് എല്ലാവരും എന്നെ കളിയാക്കി ഗൈസ്. ടുട്ടുവേ ടുട്ടു ചെവിയാണോ അനക്കണ്ട് ബാ. ടുട്ടു എന്ന് പറയുന്നതും ഈ കുട്ടൻ്റെ ചെല്ലപ്പേരാട്ടോ. ഇത് ഞങ്ങൾ കുറേ നേരം വിളിച്ചുകൊണ്ട് നിന്നിട്ട് ഒരു അനക്കമില്ല. മറ്റേ സ്റ്റാച്ചു നിൽക്കണവരെ നിൽക്കാറുന്നു കുറേ നേരം. പിന്നെ ലാസ്റ്റ് ഇപ്പോൾ വാലൊക്കെ അനക്കുന്നുണ്ട്, ചെവിയൊക്കെ അനക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലായി ജീവൻ ഉണ്ടെന്നുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് പേരുടെ ഉറക്ക സീനും കുളി സീനും ഒക്കെ ആട്ടോ കാണാൻ പോണത്. അപ്പോൾ ഇരുന്ന് ഉറങ്ങണ കണ്ടാൽ വഞ്ച പാവമായിട്ട് തോന്നൂല്ലേ? പക്ഷെ ഇവരൊക്കെ കയ്യിലിരിപ്പ് കണ്ടാൽ നമ്മൾ തന്നെ പേടിച്ചു എന്നൊക്കെ. അപ്പോൾ ഇവരൊക്കെ കിടക്കണ കണ്ടു കഴിയുമ്പോൾ നമുക്കൊന്നും ഇതൊക്കെ ഇരിക്കണ കണ്ടു കഴിയുമ്പോൾ സ്റ്റാച്ചു പോലെ ഉണ്ട്. പക്ഷേ കണ്ണനക്കുമ്പോൾ വാലനക്കുമ്പോഴൊക്കെ മനസ്സിലാവും ഇങ്ങനെ ഒരാളുണ്ട്, ജീവൻ ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ചീറ്റപ്പുലി പ്രഗ്നൻ്റ് ആട്ടോ. നടന്ന് പോകണ കാണുമ്പോൾ നമുക്ക് സങ്കടമാവേ. അപ്പോൾ ഇവരിങ്ങനെ ട്രെയിൻ ചെയ്തിരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനാണല്ലോ. അപ്പോൾ അവർ അങ്ങോട്ട് നടക്കും, ഇങ്ങോട്ട് നടക്കും. നമ്മൾ കുറേ നേരം അവിടെ നിന്ന് കണ്ടു കേട്ടോ. പിന്നെ നമ്മുടെ ഗ്യാങ് ആട്ടോ അത്. അപ്പോൾ നമ്മൾ പോയോണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൂട് തുറന്ന് നടക്കണം. സൂം ചെയ്ത് നോക്കിയാണ് ഇപ്പോൾ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ ആരെ കടലക്കറിയൊക്കെ തന്നെ. ക്യൂക്കുംബറാണ്
പൊളിച്ചെടുക്കാൻ പറ്റും. ക്യൂക്കമ്പറാണ് കുട്ടികൾ തിന്നുന്നത്. തിന്നിനെ കണ്ടു പാപ്പം. പാപ്പം നിന്നാണ് പീകോക്ക് 10%. ഇതാണ് ഗോൾഡൻ പെസൻറ്റ്. ഗോൾഡൻ പെസൻറ്റ് ഇല്ല. ചീങ്ങണ്ണി ചീങ്ങണ്ണി ചീങ്ങ. അങ്ങനെ നമ്മൾ നമ്മുടെ സൂ ഒക്കെ കണ്ടു കഴിഞ്ഞ് നമുക്ക് കയറിയപ്പോൾ തന്നെ ഐസ്ക്രീം നമ്മുടെ വികാരിയച്ഛനൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കാറ്റീസം ടീമായിട്ട് ടൂറിന് പോയതാണേ. അപ്പോൾ നമ്മുടെ വികാരിയച്ഛനൊക്കെ കാറ്റീസും ടീച്ചേഴ്സും അച്ഛനും എല്ലാവരും കൂടി പോയതാട്ടോ. അപ്പോൾ അച്ഛനെ നമുക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു തന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കുറിക്കാനായിട്ട് തരും കേട്ടോ. കാറ്റീസം ഡിപ്പാർട്ട്മെൻറ്റ് കൂടെ പോകുമ്പോൾ അങ്ങനെയാണ്, നല്ല രസമാണ് കേട്ടോ, നല്ല വൈബാണ്. അപ്പോൾ നമ്മളിനിയിപ്പോൾ വന്നേക്കുന്നത് പള്ളിയിലേക്കാണേ, പാലയൂർ പള്ളി. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് നമ്മുടെ പാലയൂർ പള്ളിയില്ലേ, നമ്മുടെ തോമാസ് ലീഹ സ്ഥാപിച്ച 7 പള്ളിയിലെ ഒരു പള്ളിയാട്ടോ നമ്മുടെ പാലയൂർ പള്ളി. അപ്പോൾ നമ്മൾ പാലയൂർ പള്ളിയുടെ ഉള്ളിലേക്ക് കയറാം കേട്ടോ. അപ്പോൾ അവിടെ ദണ്ഡവിമോചനം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്കുള്ള കുമ്പസാരിച്ച് കിടക്കുന്നവർക്ക് എല്ലാവർക്കും ദണ്ഡവിമോചനം. അപ്പോൾ നമ്മുടെ 7 പള്ളികളുടെ മണ്ണ് ശേഖരിച്ച് വെച്ചിട്ടുള്ള ആട്ടോ കാണുന്നത്. തിരുവിതാംകൂട്, കൊല്ലം, നിലയ്ക്കൽ, നിരണം, കോകമംഗലം, മേലാപ്പൂർ, മലയാറ്റൂർ, അങ്ങനെ 7 പള്ളികളുടെ പേരുകളും അതിൻ്റെ മണ്ണും ആട്ടോ ഈ കാണുന്നത്. കോട്ടക്കാവ്, പാലയൂർ, കൊടുങ്ങല്ലൂർ, അങ്ങനെ 7 പള്ളികളുടെ മണ്ണ് അവിടെ പോയി ശേഖരിച്ച് വെച്ചേക്കുന്നതാട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഈ പള്ളിയുടെ പഴയ പള്ളി തോമാസ് ലീഹ പണിത അതേ പള്ളി നിലനിർത്തിക്കൊണ്ടാട്ടോ ഇതൊക്കെ മോഡിഫൈ ചെയ്തെടുത്തേക്കുന്നത്. ഇപ്പോഴും കുറച്ച് പണികൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പള്ളിയുടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, കുമ്പസാരിച്ച് കിടക്കുന്നവർക്ക് നമ്മുടെ ദണ്ഡവിമോചനം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് തോമാസ് ലീഹ സ്ഥാപിച്ച കുരിശാട്ടോ ഈ കാണുന്നത്. പിന്നെ ഈ പള്ളിയുടെ ചുറ്റും, ഈ കുരിശിൻ്റെ ചുറ്റും നമുക്ക് ഈ കാണുന്നത് മോണ്ടളം എന്ന് പറയും കേട്ടോ. എനിക്കറിയില്ലായിരുന്നു, എൻ്റെ കൂടെയുള്ളവർ പറഞ്ഞു തന്നതാണ് മോണ്ടളം എന്നാട്ടോ ഈ പറയണത് ഇതിന്. പിന്നെ ഞങ്ങളതൊക്കെ കഴിഞ്ഞിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നിറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് നെക്സ്റ്റ് എങ്ങനെ പോകണമെന്ന് അറിയാം, നമ്മുടെ മറൈൻ വേൾഡിലേക്കാട്ടോ. ഞാൻ 2ാമത്തെ തവണയാട്ടോ മറൈൻ വേൾഡിന് പോണത്. ഇപ്പോൾ ഈ റീസെൻ്റ്ലി പോയി കഴിഞ്ഞപ്പോൾ ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട് കേട്ടോ. പണ്ടത്തെക്കാളും ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട് മറൈൻ വേൾഡിന്. പണ്ടത്തെ എന്താ പറയുക, അതൊന്നുമല്ല ഇപ്പോഴത്തെ ഇത്, ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട്. പക്ഷേ ചില ഏരിയ ഒക്കെ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ചിലതൊക്കെ നല്ല ചേഞ്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കാനായിട്ട് പോകണതാട്ടോ. പോണ വഴിക്ക് ക്രിസ്മസ് പാപ്പേനൊക്കെ കണ്ടു. അതിനുശേഷം നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാട്ടോ മീനിന് ഫീഡ് ചെയ്യാനായാലും അതുപോലെ കിളികൾക്ക് ഫീഡ് ചെയ്യുന്നതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സെപ്പറേറ്റ് ആട്ടോ. അപ്പോൾ നമ്മൾ പോയോണ്ടിരിക്കുകയാണ്. ഇതെന്തോ പണികളൊക്കെ നടക്കുന്നുണ്ട് സൈഡിൽ. അപ്പോൾ നമ്മൾ എൻട്രി ചെയ്തു. കുഞ്ഞു മീനെ കാണാൻ നല്ല രസമുണ്ടല്ലേ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മറൈൻ എക്സ്പോയിലും ഈ കുഞ്ഞു മീനുണ്ട് കേട്ടോ. വിഡോ ടെർട്ടാറിയോ അങ്ങനെ എന്തോ കേട്ടോ അതിൻ്റെ പേര്. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ മാറ്റങ്ങൾ കണ്ടത് കാറിൻ്റെ ഉള്ളിൽ, ഓട്ടോൻ്റെ ഉള്ളിൽ, അങ്ങനെ കുറേ വണ്ടികളുടെ ഉള്ളിൽ മീനുകൾ ഇരിക്കുന്നതാട്ടോ. പുതിയൊരു ചേഞ്ച് ഞാൻ ഇതിന് മുന്നേ വന്നതിലും ചേഞ്ച് തോന്നിയത് അതാട്ടോ. അപ്പോൾ ഇങ്ങനെ കുഞ്ഞു അക്വേറിയത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുഞ്ഞു മീനുകളെ കാണാം. പല വെറൈറ്റീസ് ഓഫ് മീനുകൾ, സക്കറൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ എല്ലാ മീനിൻ്റെ പേരും നമുക്കറിയില്ലല്ലോ. ഈ മീൻ ഇരിക്കണതാട്ടോ കാണാൻ നല്ല രസമില്ലേ, നല്ല പോസ്റ്ററിലാണല്ലോ ഇരിക്കണത്, നല്ല സുന്ദരക്കുട്ടനായിട്ട് ഇരിക്കുകയാണെന്നൊക്കെ. അങ്ങനെ പല മീനുകളൊക്കെ കണ്ടു. ഒത്തിരി വെറൈറ്റീസ് ഓഫ് മീനുകളുണ്ട്. പിന്നെ ഈ ഒരു ഏരിയ മൊത്തം നല്ലൊരു ഡാർക്ക് തീമാട്ടോ. ഈ അക്യൂറത്തിന് മാത്രം കളർ കൊടുത്തിട്ട് ബാക്കി ഫുള്ളായിട്ടൊരു ഡാർക്ക് തീമിലാണ് ഇരിക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് നല്ലൊരു കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഓട്ടേൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ മീനെ കാണുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര ഡാർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ഇത് ചെയ്താലും ഓവർ ലൈറ്റ് നമ്മുടെ ക്യാമറയ്ക്ക് കിട്ടണില്ല കേട്ടോ. അപ്പോൾ ലൈറ്റും കൊണ്ടൊക്കെ പോയായിരുന്നെങ്കിൽ സെറ്റ് ആയിരുന്നില്ല. പക്ഷേ നമ്മൾ അക്യൂറത്തിലേക്ക് ലൈറ്റൊന്നും, ഫ്ലാഷ് ലൈറ്റൊന്നും യൂസ് ചെയ്യാൻ പാടില്ലെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്തെ ഓരോ രീതിയിലാണ് അട്രാക്റ്റീവായിട്ട് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ തിലാപ്പിയ കിടക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ വീട്ടിലുള്ള മീൻ. ഓരോരോ മീനിൻ്റെ പേരൊക്കെ നോക്കുമ്പോൾ ഈ മീൻ എനിക്കറിയാലോ, ചിലത് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ മീനിൻ്റെ പേര്, അങ്ങനത്തെ ഫീലാട്ടോ. അപ്പോൾ ഫുള്ളി ഒരു ഡാർക്ക് തീമിലാട്ടോ സെറ്റ് ചെയ്തതാണ്. അക്യൂറത്തിന് മാത്രം ലൈറ്റ് കൊടുത്തിട്ട് ബാക്കിയെല്ലാം ഇങ്ങനെ ഒരു ഡാർക്ക് തീമാണ്. അപ്പോൾ പ്ലാറ്റിനം അങ്ങനെ എന്തോ ഒരു മീൻ, എന്താണോ എന്തോ.
അങ്ങനെ ഇത് അടുത്ത മീനെ കണ്ടിരിക്കുകയാണ്. ഇത് അരോണയായിട്ട് എന്തൊക്കെയോ സാദൃശ്യമുണ്ടെന്ന് തോന്നുന്നു. കണ്ടോ ചുണ്ടിനൊരു വ്യത്യാസം. ഇത് നമ്മുടെ സിൽവർ അരോണ കേട്ടോ. നല്ല രസമില്ലേ കാണാനായിട്ട്. പണ്ട് വീടുകളിലൊക്കെ വളർത്തിക്കൊണ്ടിരുന്ന കേട്ടോ ഈ അരോണേനെ. നമ്മുടെ ആപത്ത് തടയും, നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് വളർത്തിക്കൊണ്ടിരുന്നൊരു മീനാട്ടോ. ഇത് പ്ലാറ്റിപ്പസ് എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് കല്ല് മത്സ്യം കേട്ടോ, സ്റ്റോൺ ഫിഷ്. നല്ല രസമില്ലേ കാണാനായിട്ട്. ഇതിനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയില്ല. കുഞ്ഞ് കുഞ്ഞ് എന്താ പറയുക, ചിറകുന്നൊക്കെ വായിലും തന്നെ കുഞ്ഞ് കുഞ്ഞ് ഇത് വെച്ചിട്ട് ഇങ്ങനെ കിടന്ന് നീങ്ങണ കാണാൻ. ഇത് നമ്മുടെ തെരണ്ടി ആട്ടോ ഈ കാണുന്നത്. തെരണ്ടി ഇപ്പം നീങ്ങുവേ, നോക്കിക്കേ, നല്ല രസമില്ലേ നീങ്ങണ കാണാനായിട്ട്. ഇങ്ങനെ ഇടന്ന് നീങ്ങണ പോലെ വേറെയും കുറേ കിടക്കണ്ട് കേട്ടോ. ഇത് നമ്മുടെ അരാപ്പയ്മയാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അലിഗേറ്റർ. അപ്പോൾ ഇതേ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള മറൈൻ വേൾഡിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷമായിട്ട് ഞാൻ പിന്നെ വരുന്നത് കേട്ടോ. വെയിറ്റ് ചെയ്തിരിക്കൂലേ കാണണം എല്ലാവരും. അപ്പോൾ ഇതേ പോണത് എങ്ങനെയാണെന്ന് അറിയണ്ടേ. ഇപ്പോൾ ഇതേ നമ്മൾ വന്നിരിക്കുന്നത് തൃശ്ശൂർ ദേവസ്വം ബോർഡ് ആനകളെ സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രമുണ്ട് കേട്ടോ. ആ കേന്ദ്രത്തിലാട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. എന്തോ ഒരു പേരുണ്ട് ഈ സ്ഥലത്തിന്, എനിക്ക് പേരൊന്നും ഞാൻ ഓർക്കണില്ല കേട്ടോ. നല്ല ഭംഗിയില്ലേ ഓരോരോ ആനകളെ കാണാനായിട്ട്. നല്ല സുന്ദരന്മാരും സുന്ദരിമാരും ആയിട്ടുള്ള ഒത്തിരി ആനകളുണ്ട് കേട്ടോ. നമുക്ക് ആന എന്ന് പറയുന്നത് ഒരു പുതുമയല്ല സത്യത്തിൽ. കാരണം നമ്മുടെ ഇവിടെ കോടനാടും കപ്പർക്കാടൊക്കെ നമ്മുടെ തൊട്ടടുത്താട്ടോ. പിന്നെ നമ്മുടെ കാട്ടിൽ നിന്ന് പിന്നെ ആനകളും അങ്ങനെയൊക്കെ ആനേനെയൊക്കെ നമ്മൾ കണ്ട് നമുക്ക് ശീലം ഉണ്ടെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ ഒരു ചെറിയൊരു പുതുമ എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും നല്ലൊരു മൈൻഡ് റിലാക്സിങ് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ നല്ലൊരു രസമായിട്ട് തോന്നും കേട്ടോ. കാര്യം ഇങ്ങനെ ഇത്ര വലിയ കൊമ്പുള്ള ആനകൾ നമ്മൾ കണ്ടിട്ടില്ല, ഇങ്ങനെ പറയാമെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. പിന്നെ തുമ്പിക്കൈക്ക് പല പല കളറ്, തലയ്ക്ക് പല ഷേപ്പ്. ഈ പ്ലാന്റ് ബോട്ടണി പഠിച്ചുകൊണ്ടാണ് ഓരോന്ന് ഇങ്ങനെ എടുത്തെടുത്ത് നോക്കും. അപ്പോൾ നല്ല രസമല്ലേ. ഈ സുന്ദരക്കുട്ടനെ കാണാൻ നല്ല ഭംഗിയില്ലേ, കുറിയൊക്കെ കുത്തിയിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ മടലൊക്കെ എടുത്ത് തിന്നാൻ നോക്കുമ്പോൾ നമുക്കുള്ളിൽ പേടിയാട്ടോ. ഇങ്ങനെ നമ്മൾ കുറേ റീലൊക്കെ കണ്ടിട്ടില്ലേ മടലൊക്കെ എടുത്ത് എറിയണത്. ഈ ആനനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയില്ലേ. നോക്കിക്ക് ഈ ആനയ്ക്ക് ഒറ്റ കൊമ്പുള്ളൂ കേട്ടോ, അപ്പുറത്തെ സൈഡ് കൊമ്പില്ലേ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ആ ഒരു ചെവിക്ക് വേറൊരു കളറ്, തുമ്പിക്കൈക്ക് വേറൊരു കളറ്. ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു കുളത്തിനുള്ളിൽ മീനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് റിട്ടേൺ പോകുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.